ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇമാദാച്ചി എന്ന് പറയുന്ന ഒരു ബോട്ടാണിക് ഡിഷായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒണിയനും ചില്ലിയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചില്ലി നീളത്തിൽ കീറുക, ഒണിയൻ ചെറുതായിട്ട് അരിയണം. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഞാനതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് ക്യൂബ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെറ്റർ ഗാർലിക് യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ആവുന്ന വരെ, അത് ആ റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒണിയനും ചില്ലിയും അതിലേക്ക് ആഡ് ചെയ്യണം. ചില്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതലാണെങ്കിൽ ഉള്ളിലെ കുരു എടുത്ത് കളയാം. ഇത് എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ കുരുവോട് കൂടി തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് വരുന്നത് വരെ ഓണിയൻ്റെയും ചില്ലിയും നല്ലപോലെ സോഫ്റ്റ് ആവണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് സോൾട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ഒന്ന് സോഫ്റ്റ് ആവും, സോൾട്ട് ചേർക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നല്ലേ പറയാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നമ്മൾ ഇട്ടിരിക്കുന്ന സംഭവങ്ങളൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒരുപാടായി കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് അത് മൂടി വയ്ക്കാം. എന്നിട്ട് ഞാനത് ഒന്ന് കുക്കായതിന് ശേഷം മൂടി തുറന്നിട്ട് ഞാൻ അതിലേക്ക് 2 ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീസാണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒരു സാധനവും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഒറിഗാനോ സീസണിങ് പൗഡർ. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അത് നമ്മൾ നല്ലപോലെ ചീസും വെള്ളവും ഈ സാധനങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാൻ കഴിച്ചു. താങ്ക്